പ്രിയപ്പെട്ടവരെ, മനോജ് മാസ്. അപ്പോൾ ഈ വീഡിയോ കാണും നിങ്ങൾ. നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ്. ഇവിടെ എല്ലാ കുട്ടികളും ഈക്വലാണ്, എല്ലാവരും ഈക്വലാണ്. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്, എല്ലാവരും തുല്യരാണ്, ഈക്വലാണ് എന്നാണ് നമ്മുടെ മാഡം പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും ഇതുപോലെ തട്ടമിട്ട് വരുന്ന പെൺകുട്ടികളും കുറി തൊട്ട് വരുന്ന കുട്ടികളും അതുപോലെ തന്നെ ശബരിമലയ്ക്ക് മാലയിട്ട് വ്രതമെടുത്ത് കറുത്ത വസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരും സ്കൂളിലുള്ളവരൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കണ്ട് മാലയിട്ട് വരുന്നവരെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് അധ്യാപകരടക്കം പറഞ്ഞിട്ടാണ്, അത് ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ പറഞ്ഞിട്ടാണ് സ്വീകരിക്കാറ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾക്കൊക്കെ അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതിനൊക്കെ നിയമാവലികളുണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങൾ കുട്ടിയെ ചേർക്കാൻ വരുമ്പോൾ നിയമാവലിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ വിദ്യാലയത്തിൽ ചേർത്താൽ മതി, ഞങ്ങളുടെ വിദ്യാലയം അനുശാസിക്കുന്ന നിയമാവലികൾ ഇതൊക്കെ തന്നെയാണ് എന്ന് രക്ഷിതാക്കളെ കറക്റ്റ് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണം വാങ്ങി ചേർക്കാൻ. ഈ ജാതി മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ കുട്ടികളുടെ മനസ്സിലേൽപ്പിക്കുന്ന മുറിവുണ്ടല്ലോ, അവർ ഭാവിയിലേക്ക് ചിലപ്പോൾ ഭയങ്കര വർഗീയ ചിന്താഗതികൾ ഉള്ളവരായി മാറ്റപ്പെടാം. അപ്പോൾ ഇതിനൊക്കെ കാരണമാകുന്നത് ഇതുപോലുള്ള മാനേജ്മെന്റും അധ്യാപകരുമാണ്. ഈ വാർത്താ സമ്മേളനം നടത്തുന്ന മേലധികാരി പോലും മറച്ച വസ്ത്രം ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ അവർക്ക് പറഞ്ഞു ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്, അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ഒരുപോലെയാണ്, ഞങ്ങളും ഇതിടാതെ വന്ന് പത്രസമ്മേളനം നടത്താമെന്ന് പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. അപ്പം ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വിഷം കുത്തിവെച്ചിട്ട് ഭാവിയിലേക്ക് വർഗീയവാദികളെ പോലെയുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേണേൽ യോജിക്കാം, യോജിക്കാതിരിക്കാം.